ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടോവിനോയുടെ ഒരു ഫേസ് തന്നെയാണ് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നേരത്തെയൊക്കെ നമ്മൾ ഈ ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റീച്ച് വന്നുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു പാട്ട് നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളിവിടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, എന്നൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഓർത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചെയ്യാം. അപ്പം അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം രജനീകാന്തിൻ്റെ ഡ്രോയിങ് ആയിരിക്കും. അപ്പം ആ ഒരു ഡ്രോയിങ് കുറേ ചോദിക്കുന്നു. അതുപോലെ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അന്നേരം നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു കമൻറ്റ് നമ്മൾ വിട്ടു പോകാറുണ്ട്, അല്ലെങ്കിൽ മറന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ വരച്ചില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ കമൻറ്റ് ഞാൻ കാണുമല്ലോ, ആ സമയത്ത് അത് ഞാൻ നോക്കിയിട്ട് വരയ്ക്കുന്നതായിരിക്കും. ഒരുപാട് കമൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ പുതിയ കമൻറ്റ് ആയിരിക്കും കൂടുതലും നോക്കി പോകുക. അപ്പം പഴയ കമൻറ്റ് നമ്മൾ ആ സമയത്ത് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുത്താലും പിന്നീട് അത് മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്നതും ഇതുപോലെ തന്നെ ക്രോസ് സൈഡ് ലൈൻസ് വരച്ചിട്ടാണ്. അപ്പം മിക്ക വീഡിയോയിലും നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ ഈസി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് അത് നോക്കി വരച്ചു എന്നൊന്നും ആരും അങ്ങനെ കമൻറ്റ് ചെയ്ത് കാണാറില്ല. എല്ലാവരും വന്നിട്ട് ഒരു ആക്ടറിനെ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്തിട്ട് പോകുന്നതല്ലാണ്ട് വരച്ച് കഴിഞ്ഞ സമയത്ത് ആ ഡ്രോയിങ് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് ചെയ്ത് നോക്കി എന്നൊന്നും ആരും അങ്ങനെ കമൻറ്റ് ചെയ്ത് കാണുന്നില്ല. ഡ്രോയിങ്ങിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചും അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ചോദിക്കാറില്ല. മെയിനായിട്ട് ഓരോരുത്തരെ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ് ആകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. എങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കൂടുതലായിട്ടും ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ട് ഗുണമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക, മറക്കല്ല്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോയിങ് നല്ല രീതിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഒരുപാട് പേര് പറയാറുണ്ട്, ഡ്രോയിങ്ങിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു കഴിവ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക.